ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൂങ്കാവ് ചർച്ചിലാണ്. പൂങ്കാവ് ചർച്ചിൽ നമ്മൾ പ്രധാനമായും ഇന്നും കാണാൻ പോകുന്നത് കുരിശിൻ്റെ തിരുശേഷിപ്പുകളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സ്ലീഹന്മാരുടെ തിരുശേഷിപ്പുകളുമാണ്. ഈ കാണുന്നതെല്ലാം ദേവാലയത്തിൻ്റെ അങ്കണമാണ്. കടലോര പ്രദേശമാണ് പൂങ്കാവ് ചർച്ച്. നേരത്തെ നമ്മൾ തുമ്പോളി ചർച്ചിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. തുമ്പോളി ചർച്ചിന് ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് പൂങ്കാവ് ചർച്ചും സ്ഥിതി ചെയ്യുന്നത്. പൂങ്കാവ് ചർച്ചിൽ ഇപ്പോൾ നമ്മളതിൻ്റെ പൂമുഖത്ത് വന്നപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ പില്ലേഴ്സിൽ ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ സെൻറ്റ് പോളിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും ഒക്കെ ഒരു സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അതിമനോഹരമായിട്ടാണ് ഈ സ്റ്റാച്ചുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പള്ളിയിലും കാണാത്ത രീതിയിൽ അതിൻ്റെ പില്ലേഴ്സിലാണ്, പള്ളിയുടെ പൂമുഖത്തുള്ള പില്ലേഴ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ അമ്മയുടെ സ്റ്റാച്ചുവിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് കിരീടം വെച്ചുള്ള ഒരു അമ്മയാണ്. പക്ഷേ ഇതിൽ അമ്മയ്ക്ക് കിരീടമൊന്നുമില്ല. സാധാ ഒരു നാടൻ വേഷത്തിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ ഒരു പ്രതീകമാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാച്ചുവിൽ കാണാൻ കഴിയുന്നത്. ഉണ്ണിയേശുയുടെ സ്റ്റാച്ചു ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ അവിടത്തുള്ള വരുന്ന വിശ്വാസികളെല്ലാം തന്നെ നോട്ടുമാല അർപ്പിച്ച് അവരുടേതായ പ്രാർത്ഥനാ റിക്വസ്റ്റുകളെല്ലാം ഉണ്ണിയേശുയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയും. ഉണ്ണിയേശുവിൻ്റെ തൊട്ടിലാണ് ഈ കാണുന്നത്. നന്നായിട്ട് തന്നെ അതൊരു നല്ല ഭംഗിയായിട്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിട്ടാണ് അതവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 7 തിരിയിട്ട് കത്തിക്കാവുന്ന ഒരു കൽവിളക്കൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പള്ളിയുടെ പൂമുഖത്തെ കാഴ്ച മാത്രമേ നമ്മളിപ്പോൾ ആയിട്ടുള്ളൂ. പള്ളിയുടെ പൂമുഖത്തെ കാഴ്ചയിൽ തന്നെ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ സ്റ്റാച്ചുവിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഇതുപോലത്തെ ഏകദേശം 12ഓളം തൂണുകളുണ്ട് ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി പള്ളിയുടെ ഉള്ളിലൊന്ന് കയറി നോക്കാം. പള്ളിയിലെ ഉള്ളിലത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഴയകാല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് പള്ളിയിൽ പോയി നിൽക്കുന്ന ഓർമ്മകളും അന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടിയതും ഒക്കെ അങ്ങനത്തെ കുറേ ഓർമ്മകളാണ് നമുക്ക് ഇന്ന് ഈ പള്ളിയിൽ നിന്നിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. കാരണം തന്നെ പഴയ മോഡൽ ഒരു അൾത്താരയാണ് നമ്മളിവിടെ കാണുന്നത്. പഴയ മോഡൽ ഒരു അൾത്താര നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം മിക്ക പള്ളികളും തന്നെ പുതിയ തരത്തിലേക്കൊക്കെ ആക്കുന്നുണ്ട്. പക്ഷേ ഈ അൾത്താരയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ പുതിയൊരു അൾത്താരയിനേക്കാളും മികച്ചതായി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ നിന്നാലേ നമുക്ക് അതിൻ്റെ ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ഒരുപാട് പേര് ഇവിടെ പ്രാർത്ഥിക്കാനും മറ്റുമായിട്ട് ഡെയിലി വരുന്നുണ്ട്. ഒരുപാട് പേര് തീർത്ഥാടകരായിട്ടും അവിടെ അടുത്തുള്ളവരായിട്ടും ഒക്കെ ആയിട്ട് ഡെയിലി ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഒരുപാട് വിശുദ്ധരുടെയും സ്ലേഹന്മാരുടെയും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. ഒരുപാട് പ്രതിമകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. അൾത്താരയുടെ ഉള്ളിലായിട്ടാണ് കുരിശിൻ്റെ തിരുശേഷിപ്പുള്ളത്. നമുക്കിപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റും. കുറച്ചും കൂടെ അടുത്ത് നിന്ന് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കുരിശിൻ്റെ തിരുശേഷിപ്പ് നമുക്ക് കാണാമെന്ന്. ഈ കുരിശിൻ്റെ തിരുശേഷിപ്പാണ് അൾത്താരയുടെ ഉള്ളിൽ ആയിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാനായിട്ട് ഞാൻ അടുത്തേക്ക് ഒന്ന് സൂം ചെയ്ത് പിടിക്കാം കേട്ടോ. ചെറിയൊരു കുരിശ് വെച്ചാണുണ്ടോ, കുഞ്ഞു കുരിശ്, അതാണ് കുരിശിൻ്റെ തിരുശേഷിപ്പ്.
ഇത് പള്ളിയുടെ പ്രധാന അൾത്താര ആദ്യം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങി വന്നിരിക്കുന്നത് ഒരു പള്ളിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ഒരു ചെറിയൊരു ചാപ്പലാണ് ഇപ്പോൾ നമ്മൾ കണ്ട് ഇറങ്ങി പോകുന്നത്. അവിടെ ഇരുന്നാണ് എല്ലാവരും ദണ്ഡവിമോചന പ്രാർത്ഥനയും മറ്റും ചൊല്ലുന്ന, ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. ഈ കാണുന്നതൊക്കെ യേശുവിൻ്റെ കുറേ ജീവിത കാലഘട്ടങ്ങളൊക്കെ ഒരു ചിപ്പിക്കുള്ളിൽ വാർത്തു വെച്ചിരിക്കുകയാണത്. പ്രധാനമായിട്ട് ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ഒരു കടലോര പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർട്ട് വർക്കുകളാണ് ഇവിടെ മുഴുവനായിട്ടും കാണുന്നത്. എൻ്റെ അമ്മയാണ് ഇപ്പോൾ നോക്കിയിട്ട് പോയത്. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചർച്ചിലൊക്കെ പോകണം കേട്ടോ. ചെന്നപ്പോഴും നമ്മൾ അതുപോലത്തെ വർക്കുകളൊക്കെ കണ്ടിരുന്നു. ഇതും അങ്ങനെ തന്നെയുള്ളൊരു കുറേ വർക്കുകളൊക്കെയാണ് കാണുന്നത്. റോസറി ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രതിമകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം. യേശുവിൻ്റെ ജീവിതകാലം ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങൾ, കുറേ സംഭവങ്ങൾ ഒക്കെ നമുക്കത് കാണാം. എന്തൊക്കെ സംഭവങ്ങളാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് ചിപ്പിക്കുള്ള പ്രതിമകളൊക്കെ ഇരിക്കുന്നത് മുഴുവനൊന്ന് കാണിച്ചിട്ട് ഓരോന്നും അടുത്തടുത്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഏതൊക്കെ സംഭവങ്ങളും ഏതൊക്കെ ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിരുന്നെന്ന്. മാതാവിൻ്റെ നല്ല അതിമനോഹരമായൊരു ഗ്രോട്ടയാണത്, ഒരു വ്യത്യസ്തമായ ഗ്രോട്ടയാണത്. സാധാരണ മാതാവ് ഗുഹയ്ക്കകത്തിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണാറ്. ഇതിപ്പോൾ പുറത്ത് തന്നെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് മാതാവിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ താഴെ ഒരു ചെറിയൊരു കുളമുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണം, ഉദ്ധാനം, പെസഹ, വചനം പറയുന്നത്, സുവിശേഷം പറയുന്നത്, അങ്ങനത്തെ കുറച്ച് സ്റ്റാച്ചു ആണ് ഈ ചിപ്പിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഈ കാണുന്നതാണ് ശിഷ്യന്മാരുടെ തിരുശേഷിപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്പല്. ഇത് കല്ലറ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ ഈ കല്ലറ ദേവാലയത്തിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ലായിരുന്നു. യാദൃച്ഛികമായിട്ടാണ് കല്ലറ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. ഈ കല്ലറ ദേവാലയം ശരിക്കും ഒരു ദിവ്യകാരുണ്യാലയത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരുപാട് പേര് അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൊന്തികൊല്ലുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇരിക്കുന്ന ഗോൾഡൻ കളറിൽ ഇരിക്കുന്നതാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ തിരുശേഷിപ്പുകൾ ഞാൻ അടുത്തടുത്ത് കാണിക്കാം. ശിഷ്യന്മാരുടെ മാത്രമല്ല വിശുദ്ധരുടെ ഉണ്ട് അവിടെ. നമുക്ക് അടുത്ത് ചെന്നിട്ട് നോക്കാം ആരുടെയൊക്കെയാണ് അതെന്ന്. സ്ലീഹന്മാരുടെ തിരുശേഷിപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ 12 ശിഷ്യന്മാരുടെയും തിരുശേഷിപ്പുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യേശുവിൻ്റെ കല്ലറ. ഈ കല്ലറയിൽ തൊട്ടാണ് നമ്മൾ ആദ്യമേ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. ഞാൻ ഈ ബോർഡ് കണ്ടപ്പോഴാണ് ഓർത്തത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുണ്ടെന്ന്. ഉച്ച കഴിഞ്ഞപ്പോൾ ഏകദേശം വന്നാണ്. ഇപ്പോൾ വൈകുന്നേരമായി. ഉച്ച കഴിഞ്ഞ് ഏകദേശം 2 മണിയോടുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി 7 വരെ നിങ്ങൾക്ക് കണ്ട് പോകാനുള്ളതുണ്ട്. ഇതാണ് ബെത്സൈദ കുളം. അതിൻ്റെ അപ്പുറം കുറേ രോഗികളെ സുഖപ്പെടുത്തുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ. നമുക്ക് കണ്ടിരിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മൂഡാണ്. ശാന്തതയുണ്ട്. മിക്ക പള്ളിയിലെ പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ വീഡിയോ കാഴ്ചവെച്ച മിക്ക പള്ളിയിലെ പോലെ തന്നെ നല്ല ശാന്തതയുള്ളൊരു പള്ളി തന്നെയാണ് പൂങ്കാവ് ചർച്ചും. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഞങ്ങൾ പ്രാർത്ഥനയും കാഴ്ചകളൊക്കെ ആയിട്ട് ഓരോ പള്ളിയിലും ഓരോ ചാപ്പലിലും ഒക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥനയും കാണുകയും അതിനോടൊപ്പം തന്നെ വീഡിയോ എടുക്കുകയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകാൻ സമയമായി. രാത്രി 7 മണിയായില്ലേ. ഇനി ഞങ്ങൾക്ക് നാടെത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.